ഹലോ, നമുക്കിന്നൊരു സോഫ്റ്റായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ആലു പൊറോട്ട ഉണ്ടാക്കിയാലോ. നല്ല സോഫ്റ്റാണ്, കണ്ടോ, ഇതുപോലെ വെരി ടേസ്റ്റിയുമാണ്. അപ്പോൾ എല്ലാവർക്കും വിനീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇതിനു വേണ്ടി നമ്മൾ 3 ഉരുളക്കിഴങ്ങ് വേവിച്ച് തൊലി കളഞ്ഞ് ആദ്യം മാറ്റി വയ്ക്കണം. ഇതിൻ്റെ കൂടെ നമുക്ക് 2 മീഡിയം സൈസ് സവാള, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 തണ്ട് കറിവേപ്പില, 1 പച്ചമുളക്. നമ്മൾ ഉരുളക്കിഴങ്ങ് മീഡിയം സൈസാണെങ്കിൽ 3 എണ്ണം, വലിയ സൈസാണെങ്കിൽ 2 എണ്ണമാണ് എടുത്ത് വേവിക്കേണ്ടത്. ഇനി ആദ്യം നമുക്ക് ആട്ട കുഴച്ചെടുക്കണം. അതിന് വേണ്ടി 2.25 കപ്പ് ആട്ട ഞാൻ എടുത്തിട്ടുണ്ട്. ഗോതമ്പ് പൊടിയാണ്, അത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ടിട്ട് ഈ പൊടിയും ഉപ്പും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ആദ്യം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് കുഴയ്ക്കാൻ വേണ്ടി 1 കപ്പ് ഫിൽറ്റർ വാട്ടർ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഒറ്റ ഇതിലിട്ട് കുഴയ്ക്കരുത്. ഫിൽറ്റർ വാട്ടർ കുറച്ചായിട്ട് ഒഴിച്ച് വേണം കുഴയ്ക്കാൻ. എപ്പോഴും നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുമ്പോഴും പൂരിക്ക് കുഴയ്ക്കുമ്പോഴൊക്കെ വെള്ളം കുറച്ചായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് വേണം കുഴച്ചെടുക്കാൻ. എന്നിട്ട് ഞാൻ ഇതുപോലെ കുറച്ചായിട്ട് ഒഴിച്ച് കുഴച്ച് വെച്ചതാണിത്. ഇതിൻ്റെ കൂടെ ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ആദ്യം ഒഴിച്ച് കൊടുത്തിട്ട് അതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് കുഴയ്ക്കണം. നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റാക്കി എടുക്കണം ഈ മാവ്. എന്നിട്ട് നന്നായിട്ട് കുഴയ്ക്കണം. എന്നിട്ട് ഒന്ന് കുഴച്ച് കുറച്ചുകൂടെ മാവ് ഒന്ന് സോഫ്റ്റായിട്ട് നോക്കി 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലൂടെ ചേർക്കണം. ടോട്ടൽ ഇവിടെ നമ്മൾ 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ 2.25 കപ്പ് ആട്ടയ്ക്ക് കുഴയ്ക്കാൻ വേണ്ടി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് കുഴച്ച് അത് സൈഡിലോട്ട് മാറ്റി വയ്ക്കണം. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് സവാള എടുത്തില്ലായിരുന്നു, അത് ചെറുതായിട്ട് അരിഞ്ഞ് മാറ്റുക. അതിൻ്റെ കൂടെ പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞ് മാറ്റി വയ്ക്കുക. നമ്മൾ 3 ഉരുളക്കിഴങ്ങ് വേവിച്ച് മാറ്റി വെച്ചില്ലേ, അത് നന്നായിട്ട് മാഷ് ചെയ്ത് ഒരു കട്ട പോലും കാണാത്ത രീതിയിൽ മാഷ് ചെയ്ത് അത് മാറ്റി വയ്ക്കുക. ഇനി നമുക്കൊരു ചീനിച്ചട്ടി വയ്ക്കാം. ചീനിച്ചട്ടിക്കകത്ത് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ, ഇവിടെ എല്ലാം സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുക്കുന്നത്. സൺഫ്ലവർ ഓയിൽ ചൂടായി കഴിയുമ്പം 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ച സവാളയും ചെറുതായിട്ട് അരിഞ്ഞ പച്ചമുളകും എല്ലാം കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് അത് എല്ലാം സവാളയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പിന്നെ ഇടുന്നുള്ളൂ, അല്ലെങ്കിൽ അതങ്ങ് പെട്ടെന്ന് ആദ്യം ഇട്ട് കൊടുത്താൽ അതിൻ്റെ പെട്ടെന്ന് അങ്ങ് മൂത്ത് പോകും. അതുകൊണ്ടാണ് സവാളയും പച്ചമുളകും ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് വഴറ്റിയിട്ടാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് വഴറ്റി യോജിപ്പിക്കണം. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ തന്നെ വേണം ഉപ്പ്. എന്നിട്ട് എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. 1 ടീസ്പൂൺ അല്ലെങ്കിൽ ഉപ്പ് കുറഞ്ഞു പോകും. ഇപ്പോഴിട്ടാലേ അത് ഒന്നുകൂടെ എല്ലായിടത്തും എത്തത്തുള്ളൂ. എന്നിട്ട് അന്ന് വഴറ്റി കഴിഞ്ഞിട്ട് നമ്മൾ 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല അതും കൂടെ ഇട്ടിട്ട് ഇത്രയും പൊടികളെ നമ്മൾ ചേർക്കുന്നുള്ളൂ. 1/4 ടീസ്പൂൺ മതി ഗരം മസാല. ഇനി ഇത് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണം ഒന്ന് മാറണം. ഈ പൊടികളുടെ പച്ചമണം ഒന്ന് മാറി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇവിടെ കസൂരി മേത്തി എടുക്കുന്നുണ്ട്. അത് ഒരു ടേബിൾ സ്പൂൺ കസൂരി മേത്തി എടുത്തു. അപ്പോൾ ആദ്യം ഇതെല്ലാം കൂടെ പൊടികളെല്ലാം വഴറ്റി ഒരു മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആ കസൂരി മേത്തി 1/4 ടേബിൾ സ്പൂൺ കസൂരി മേത്തി 1/2 ടേബിൾ സ്പൂൺ കസൂരി മേത്തി കൈവച്ചൊന്ന് ഞവടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വേവിച്ച് വെച്ച് മാഷ് ചെയ്ത പൊട്ടറ്റോ ഉണ്ടല്ലോ, ഉരുളക്കിഴങ്ങ്, അതും കൂടെ ഇട്ട് കൊടുക്കണം.
കസൂരി മേത്തി നമ്മൾ ആ സവാള വഴറ്റുമ്പോൾ ഇട്ട് കൊടുക്കുന്നത് വെച്ചാൽ ആ സമയത്ത് ഇട്ട് കൊടുത്താൽ നല്ല ഒരു ടേസ്റ്റ് കിട്ടും. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ എല്ലാം യോജിപ്പിച്ച് കഴിഞ്ഞ് ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടും നമ്മൾ കസൂരി മേത്തി ബാക്കി 1/2 ടേബിൾ സ്പൂണില്ല അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് പിന്നെ മിക്സ് ചെയ്യുന്നത്. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചൂട് ആറിക്കഴിഞ്ഞിട്ട് ഇതുപോലെ ബോൾസാക്കി മാറ്റി ഉണ്ടാക്കി മാറ്റണം. ഒരു നെല്ലിക്ക വലുപ്പത്തിൽ, അതിലും കൂടെ ഇച്ചിരി കൂടെ വലുത്, ആ ഒരു പരുവത്തിൽ ഉണ്ടാക്കി മാറ്റണം. നമ്മൾ കുഴച്ച് വെച്ച മാവും അതുപോലെ ഇതാക്കിയിട്ട് ഇനി ഓരോ ബോൾസ് എടുത്ത് ഇതുപോലെ ഒന്ന് കൈവച്ച് ഒന്ന് മാവ് ഒന്ന് ഇതാക്കിയിട്ട് ഇതിനകത്തോട്ട് ഒരു ഉരുളക്കിഴങ്ങും എല്ലാം കൂടെ ബോൾസാക്കി വെച്ച് അതും കൂടെ വെച്ച് ഒന്ന് പൊതിഞ്ഞ് കൊടുത്ത് ഈ ഒരു രൂപത്തിലാക്കണം. എന്നിട്ട് ഇത് നമ്മൾ നന്നായിട്ട് എല്ലാം കൂടെ ഒരു ഉണ്ട പരുവത്തിലാക്കി ഇനി നമുക്കിത് പരത്തണം. അത് ഗോതമ്പ് പൊടി അല്ലെങ്കിൽ പരത്താൻ അതിനകത്ത് ഇച്ചിരി പൊടിയിട്ട് അല്ലെങ്കിൽ ഒട്ടും, നമ്മുടെ പരത്തുന്ന കല്ലിൽ ഒട്ടും. അതുകൊണ്ട് ഇച്ചിരി പൊടി രണ്ട് സൈഡിലും വിതറിയിട്ട് വേണം പരത്തിയെടുക്കാൻ. നല്ല സോഫ്റ്റായിട്ട് ഒരുപാട് ബലമൊന്നും ഉപയോഗിക്കേണ്ട, നല്ലതായി ഈ ഒരു പരുവത്തിൽ പരത്തി വെച്ചിട്ട് ഈ സമയത്ത് ഞാൻ കല്ല് അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു, ദോശക്കല്ല്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഞാനിവിടെ നെയ്യാണ് ഉപയോഗിക്കുന്നത്. നെയ്യ് ഇഷ്ടമില്ലാത്തവർക്ക് സൺഫ്ലവർ ഓയിൽ തന്നെ 2-3 തുള്ളി തൂവി കൊടുത്തിട്ട് നമ്മൾ പരത്തി വെച്ച ആ ഒരു ചപ്പാത്തി പോലെ പരത്തി വെച്ചില്ലേ, അത് ഈ കല്ലിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് മറ്റേ സൈഡിലും നെയ്യ് 2-3 തുള്ളി നെയ്യ് തൂവി കൊടുക്കണം. എന്നിട്ട് 2 സൈഡും മറിച്ചിട്ട് നല്ല ഒരു നന്നായിട്ട് മുരിച്ചെടുക്കണം. അപ്പോൾ ഇങ്ങനെ പൊങ്ങി വരും. നല്ല ഒരു ചപ്പാത്തി നമ്മൾ ചുട്ടെടുക്കത്തില്ല, അതുപോലെ ചുട്ടെടുക്കണം. ഇതുപോലെ ഇരിക്കും. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കല്ലേ. കമൻസ് വല്ലതും വേറെ ഇതിൽ ചെയ്യണമെങ്കിൽ അതിന് കമൻസിലൂടെ അറിയിക്കുക. അപ്പം എല്ലാവർക്കും താങ്ക്സ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.